കറങ്ങുവാൻ തുടങ്ങി. അത് വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിൽ താളം പിടിച്ചു. പക്ഷേ അല്പനിമിഷങ്ങൾക്കകം തന്നെ മഹാരാജാവ് അയാളെ തൻ്റെ കരുത്തുറ്റ തുടകൾക്ക് ഇടയിൽ അമർത്തി. തൻ്റെ ബലമുള്ള കൈകൾ കൊണ്ട് കയർ പോലെ അദ്ദേഹം ജരാസന്ധൻ്റെ കഴുത്തിൽ ചുറ്റുവാൻ തുടങ്ങി. ശ്വാസം തടസ്സപ്പെട്ട് അതുകൊണ്ട് ജരാസന്ധൻ കണ്ണുകൾ തുറിച്ചു. അത് ബാഹുകണ്ടകം എന്ന അടവായിരുന്നു. ആ പിടിയിൽ ജരാസന്ധൻ്റെ അന്ത്യം സുനിശ്ചിതമായിരുന്നു. സ്വയംവര മണ്ഡപത്തിൽ ഒരു ക്ഷത്രിയ രാജാവിൻ്റെ ബലി നടക്കേണ്ടതായിരുന്നു. ജരാസന്ധൻ കൈ ഉയർത്തി സഹായം അഭ്യർത്ഥിച്ചു. പക്ഷെ ആരും മുന്നോട്ട് വരുവാൻ ധൈര്യപ്പെട്ടില്ല. ഒടുവിൽ ചിത്രാംഗത രാജാവ് ഭയം കൊണ്ട് വിറച്ചു. എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ സന്തോഷം തോന്നി. തൻ്റെ മകൾ മഹാരാജാവിനെ പോലുള്ള ബലവാന്മാരായ വീരന്മാരുള്ള കൗരവരാജ്യത്തിൽ റാണിയാകുവാൻ പോവുകയാണ്. പെട്ടെന്ന് മുന്നോട്ട് വന്ന അദ്ദേഹം എൻ്റെ പതിദേവന്റെ കാല് പിടിച്ചു. അദ്ദേഹം കെഞ്ചി പറഞ്ഞു, മഹാരാജാവായ കർണ, ജരാസന്ധൻ കീഴടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാണൻ വിട്ടുകൊടുക്കൂ. മഗധത്തിൻ്റെ അതിർത്തി ഞങ്ങളുടെ രാജ്യത്തോട് ചേർന്നതാണ്. ഞങ്ങളുടെ ഇടയിൽ രാജകീയ വൈരം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. മഹാരാജാവ് ജരാസന്ധന് ജീവദാനം നൽകി. ബാഹുകണ്ടകത്തിന്റെ ബന്ധനം അയഞ്ഞു. മുക്തനായ ഉടൻ ലജ്ജിതനായ ജരാസന്ധൻ അപമാനത്താൽ തലകുനിച്ച് മിണ്ടാതെ പോകുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ചാണ്. മോചിതനായ ഉടൻ ജരാസന്ധൻ മഹാരാജാവിനെ ആലിംഗനത്തിലമർത്തി. അദ്ദേഹത്തിന്റെ കൈകൾ തന്റെ കയ്യിലെടുത്ത് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അംഗരാജാവായ കർണൻ ഇന്നു മുതൽ മഗധ രാജാവായ ജരാസന്ധന്റെ പ്രിയമിത്രമാണ്. ഞാൻ എൻ്റെ രാജ്യത്തിലെ മാലിനീ നഗരം ഈ അസാമാന്യ ധീരനായ ദ്വന്ദ്വയോദ്ധാവിനെ സമ്മാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഇദ്ദേഹത്തെ പോലെ ശക്തിശാലിയും സമർത്ഥനുമായൊരു ദ്വന്ദ്വയോദ്ധാവിനെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. മഹാരാജാവും ജരാസന്ധനെ ആലിംഗനം ചെയ്തു. വളരെ വേഗത്തിൽ കാശീപുര നഗരത്തിൽ ഈ വാർത്ത പരന്നു. നഗരവാസികൾ കൂട്ടം കൂട്ടമായി മഹാരാജാവിനെ കാണുവാനായി രാജകൊട്ടാരത്തിലേക്ക് എത്തിത്തുടങ്ങി. മഹാരാജാവ് ചിത്രാംഗതനോട് പറഞ്ഞിട്ട് യുവരാജാവായ ദുര്യോധനനും യുവരാജ്ഞിയായ ഭാനുമതിയുമുള്ള സ്ഥലം തിരഞ്ഞു കണ്ടുപിടിച്ചു. യുവരാജ്ഞി ഭാനുമതിയുമായി അദ്ദേഹം മഹാനദിയുടെ തീരത്ത് കർണമഹാരാജാവിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കലിംഗത്തിലെ മന്ത്രി എല്ലാ വാർത്തകളും അറിയിച്ച് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കാശീപുരത്തിലെ പൗരന്മാർ യുവരാജ്ഞി ഭാനുമതിയെ ഹസ്തിനാപുരത്തിലെ മഹാറാണി എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് വിട നൽകി. ഇടയ്ക്കിടെ അവർ അംഗരാജാവ് കർണൻ എന്ന് എൻ്റെ ഭർത്താവിനും ജയഘോഷം മുഴക്കി. നഗരവാസികൾ പുഷ്പവർഷം നടത്തി. അപ്പോൾ തന്നെ എല്ലാവരും കാശീപുരം വിട്ടു. ഈ സംഭവങ്ങളെല്ലാം പ്രഭഞ്ജനൻ നേരിട്ട് കണ്ടിരുന്നു. അതുകൊണ്ട് അതെല്ലാം സരസമായി എന്നെ വർണ്ണിച്ചു കേൾപ്പിച്ചു. ഈ വാർത്ത എന്നെ അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അയാൾ കുതിരയെ ഓടിച്ച് ഏറ്റവും ആദ്യം നഗരത്തിലെത്തിയത്. അയാൾ പറഞ്ഞു, മഹാറാണി, അംഗരാജാവ് ഉള്ളിടത്തോളം കാലം കൗരവരുടെ ശിരസ് ഉയർന്നു തന്നെ നിൽക്കും. പുതിയ മഹാറാണിയെ സ്വീകരിക്കുവാൻ ഒരുക്കങ്ങൾ ചെയ്താലും അംഗരാജാവിന് ആരതി ഒഴിയുവാൻ വിളക്ക് കൊളുത്തു.